ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ വെച്ച് അവിടെ രാധാകൃഷ്ണൻ മന്ത്രി നിൽക്കുന്നത് കണ്ടു എന്നാണ്. അല്ലാതെ രാധാകൃഷ്ണൻ മന്ത്രി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ്. എനിക്കിതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ കോറിഡോറിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലും ഞാൻ വണ്ടി ഇറങ്ങി പോകുന്ന പല സമയത്തും ഞാൻ രാധാകൃഷ്ണൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നമസ്കാരം പറയാറുണ്ട്. എന്റെ പഞ്ചായത്തും രാധാകൃഷ്ണൻ മന്ത്രിയുടെ പഞ്ചായത്തും ഒരേ അതിർത്തി പങ്കിടുന്നതാണ്. ഞങ്ങൾ നേരത്തെയും അറിവുള്ള ആളുകളാണ്. അല്ല, മന്ത്രിക്ക് എന്താണ്? മന്ത്രി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ. സ്വന്തം ഭാര്യയും മക്കളും വരെ ശ്രീമാൻ ഇ പി ജയരാജന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഗൂഢമായിട്ട് യാത്രകൾ നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും വലിയ ചുമതല ഇരുന്നിട്ടുള്ള ഒരു വ്യക്തി നന്ദകുമാറിനോടൊപ്പം പല പല യാത്രകൾ ദുബായിലേക്ക് നടത്തുന്നു, വിദേശത്തേക്ക് നടത്തുന്നു, പല സ്ഥലങ്ങളിലേക്കും പോകുന്നു, അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പോകുന്നു. വിശ്വാസിയല്ലാത്ത ശ്രീമാൻ ഇ പി ജയരാജൻ അമ്പലത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഞാനല്ല മറുപടി പറയേണ്ടത്. എനിക്ക് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഇനി മാധ്യമ സുഹൃത്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾക്കാണ് തീരുമാനമെടുക്കേണ്ടത്. എന്താ തീരുമാനിക്കേണ്ടത്? പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ശ്രീമാൻ ഇ പി ജയരാജൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ശോഭാ സുരേന്ദ്രൻ മറുഭാഗത്ത് നിൽക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഏത് വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഒരു വൈരുദ്ധ്യവുമില്ല. കാരണം ഇത് പ്രകാശ് ജാവേദ്കർജി കേരളത്തിന്റെ പ്രഭാരി ആകുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രകാശ് ജാവേദ്കർജി കേരളത്തിന്റെ പ്രഭാരിയായിട്ട് വളരെ കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപാണ് എനിക്ക് മെമ്പർഷിപ്പ് ഡ്രൈവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തിയിൽ ഞാൻ ദേശീയ തലത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 5 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 5 അംഗ കമ്മിറ്റിയിലുള്ള ഒരാളല്ല ജാവേദ്കർജി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ വളർത്താൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പല നേതാക്കന്മാരും ചെയ്യും. ഇപ്പോ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ശ്രീമതി പത്മജ, ഈ പത്മജ അവര് BJPക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് അത് ജാവേദ്കർജി കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അനിൽ ആന്റണി വരുന്ന സമയത്ത് ചിലപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് എല്ലാവരും അറിയിക്കണമെന്നും ഓരോരോ വ്യക്തികളെ വിളിച്ചറിയിക്കണമെന്നും ഒരു നിർബന്ധവുമില്ല ഇക്കാര്യത്തിൽ. തീർച്ചയായിട്ടും അതിനു മുൻപ് തന്നെ, അതായത് CP രാധാകൃഷ്ണൻജി കേരളത്തിന്റെ പ്രഭാരിയായിട്ട് അവസാന ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് മുതൽ ഈ പാർട്ടിക്കകത്തേക്ക് ധാരാളം പുതിയ ആളുകളെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പല യാത്രകളും പല കാഴ്ചകളും പല മീറ്റിങ്ങുകളും ഒക്കെ ഒരു തലത്തിൽ പ്രഭാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ തലത്തിൽ നടന്നിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം നടക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് അതിന്റെ ഡേറ്റും സമയവും ഒന്നും പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല. എന്റെ പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ആ പ്രവൃത്തിയിൽ ഒരു വിഷയത്തിൽ ഇത്രയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളിലേക്ക് കടന്നു കയറുന്ന സമയത്ത് ഇത്രയും നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 9 നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അതിൽ 8 കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരുണ്ട്. അതിൽ ചിലർ പാർലമെന്റിലേക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി ആ ചർച്ചയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവർ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും രാഷ്ട്രീയ നൈതികത ഉള്ളതുകൊണ്ട് തെരുവിൽ വിളിച്ചു പറയുകയും ഒന്നും ചെയ്യുക എന്നുള്ള വിവേകമില്ലായ്മയൊന്നും ഉള്ളവരല്ല ഞങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ വരെ കണ്ടിട്ടുണ്ടല്ലോ. നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാര് പല ആളുകളെയും ഞാൻ ഒറ്റ പോയിന്റേ നോക്കുന്നുള്ളൂ. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ പാർട്ടിയെ വിപുലപ്പെടുത്താൻ, ഈ പ്രസ്ഥാനത്തിൽ 300ഓളം ബലിദാനികളെ സൃഷ്ടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലക്കത്തിക്കിരയായിക്കൊണ്ട് എന്റെ ആത്മസുഹൃത്തും KT ജയകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ള ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. ഇനിയും ആ വിഷയത്തിൽ മുന്നോട്ട് പോകും. ധാരാളം ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളുടെ കടന്നുവരും. വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതലം അത് വർദ്ധിപ്പിക്കുകയും BJP തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബദലായിക്കൊണ്ട് കടന്നു വരിക എന്നുള്ള നയം സ്വീകരിച്ചുകൊണ്ട് അതിശക്തമായി ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും.